റിപ്പോർട്ടർ ടിവിക്കെതിരെ കരിയോയിൽ പ്രതിഷേധം ഉണ്ടായപ്പോൾ മാധ്യമങ്ങൾക്ക് ഇവിടെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നില്ല, അവർക്ക് സത്യം പറയാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് പ്രതികരിച്ചിരുന്നു. എന്നാൽ അതേപോലെ തന്നെ ഒരു സംഭവമാണ് നമുക്കറിയാവുന്ന മറുനാടൻ മലയാളി ചാനൽ എഡിറ്റർ ആയിട്ടുള്ള ഷാജൻ സ്കറിയക്കെതിരെ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ആക്രമണം. അതിനെ പക്ഷേ വലിയ രീതിയിൽ ആളുകൾ ആരും അപലപിച്ച് കണ്ടില്ല. പകരം നന്നായി, അല്ലെങ്കിൽ കുറച്ച് നേരത്തെ കിട്ടേണ്ടതാണ്, ഇനിയും ഇങ്ങനെ പോയാൽ കിട്ടും, സൂക്ഷിച്ചാൽ നിനക്ക് കൊള്ളാം എന്ന രീതിയിൽ പരസ്യമായിട്ടുള്ള ഒരുപാട് പ്രഖ്യാപനങ്ങളാണ് നമ്മൾ കണ്ടത്. എന്നാൽ ഇത് ശരിയാണോ? ഒരേ വിഷയത്തിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇരട്ടത്താപ്പ് പ്രകടിപ്പിക്കാൻ കഴിയുന്നത്? അല്ലെങ്കിൽ മറുനാടൻ മലയാളിയോട് മാത്രം എന്തുകൊണ്ടാണ് ഈ വ്യക്തിവൈരാഗ്യം ഉണ്ടാകുന്നത്? ഇതിന്റെ പിന്നിലെ രാഷ്ട്രീയമാണ് സത്യത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത്. എന്തുകൊണ്ടാണ് ഇനിയും ഒരു തെരഞ്ഞെടുപ്പ് കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ വോട്ട് ചെയ്യേണ്ട ബാധ്യതയുള്ള ഓരോ വ്യക്തികളും ഇനി അങ്ങോട്ട് തീരുമാനിക്കേണ്ടത് ആരെയാണ് നമ്മൾ ഇലക്ട് ചെയ്ത് നമുക്ക് മുകളിൽ ഭരിക്കാനായി ഇരുത്തേണ്ടത് എന്നാണ്. അതിനെപ്പറ്റി തന്നെ നമുക്ക് അടുത്തതായി സംസാരിക്കാം. വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പായി സംഭാവനകളുടെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. പബ്ലിക് ഒപ്പീനിയൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ നിങ്ങൾ അയക്കുന്ന സംഭാവനകൾ കൊണ്ടാണ്. നമുക്ക് യൂട്യൂബ്, ഫേസ്ബുക്ക് പോലുള്ള മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ, വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടിക്കൊണ്ടിരുന്ന വരുമാനം കിട്ടാതിരിക്കാനായിട്ട് ഒരുപാട് പേര് നമ്മൾ റിപ്പോർട്ട് അടിച്ചതുകൊണ്ടാണ് നമുക്ക് വരുമാനം ഇല്ലാത്തൊരവസ്ഥ വന്നത്. അപ്പൊ ഇതും ശരിക്കും പറഞ്ഞാൽ ആക്രമണത്തിന്റെ ഭാഗം തന്നെയാണ്. പക്ഷേ ആ ആക്രമണത്തിൽ തളർന്നു പോകാൻ കഴിയാത്തത് കൊണ്ടാണ് സാമ്പത്തിക പിന്തുണ ഇത് കാണുന്ന ആളുകളോട് ആവശ്യപ്പെടുന്നത്. അപ്പൊ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരാണ് എന്റെ കൂടെ നിൽക്കുന്നത്. ആ വിശ്വാസം ഞാൻ ഈ തൊഴിൽ ചെയ്യുന്ന അത്രയും കാലം ഞാൻ കാക്കും എന്ന ഉറപ്പിന്റെ പേരിൽ തന്നെയാണ് ഞാൻ ഈ സംഭാവനകൾ അഭ്യർത്ഥിക്കുന്നത്. അപ്പൊ കുറച്ചു കാലം കൂടി നമ്മുടെ കൂടെ നിൽക്കുക, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സോർട്ട് ചെയ്ത് ശരിയാവുന്നത് വരെ. തീരെ വയ്യാത്തൊരവസ്ഥയായതുകൊണ്ട് 2 ദിവസം വീഡിയോ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ശാരീരികമായിട്ട് അത്ര ബുദ്ധിമുട്ടിലായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഓൾറെഡി, എനിക്ക് നടുവിന് ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പൊ ഇടയ്ക്ക് സമയത്ത് എനിക്ക് ഇങ്ങനെ എഴുന്നേറ്റിരുന്ന് വീഡിയോ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്താണ് ഇതുപോലത്തെ ബ്രേക്ക് എടുക്കുന്നത്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി അപ്ഡേറ്റ് ചെയ്തിരുന്നു. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ച് പ്രാർത്ഥനകളൊക്കെ അറിയിച്ചു. അതുപോലെ തന്നെ പേഴ്സണൽ ആയിട്ടുള്ള ഒരുപാട് വിശ്വാസമൊക്കെ അറിയിച്ചു. അതിലേക്ക് ഒരുപാട് സന്തോഷം. നിങ്ങളുടെയൊക്കെ പിന്തുണ തന്നെയാണ് തുടർന്ന് ഇങ്ങനെ എഴുന്നേറ്റ് വന്ന് ഇതുപോലെ വീഡിയോ ചെയ്യാനൊക്കെ നമ്മളെ പ്രാപ്തനാക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യമായി സംസാരിക്കേണ്ട വിഷയം ഉറപ്പായും മറുനാടൻ മലയാളി എഡിറ്റർ ഷാജന് ഉണ്ടായ മോശം അനുഭവത്തെ കുറിച്ച് തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത്. 54 വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ഒരു സമയത്ത് പിടിച്ച് കയ്യേറ്റം ചെയ്യുക, അല്ലെങ്കിൽ ക്രൂരമായി മർദ്ദിക്കുക എന്നൊക്കെ പറയുന്നത് ഏത് രീതിയിലാണ്? ഇതിനുശേഷം ഈ പ്രതികൾ പോയിട്ട് ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഒക്കെ ഇടുക. ഇതെങ്ങനെയാണ് ഒരു ഹീറോയിസമായിട്ടോ ഒരു ആണത്തമായിട്ടോ ഒക്കെ വാഴ്ത്താൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഈ രാജ്യത്തെ ഏതൊരു അനീതിയും ചോദ്യം ചെയ്യാനായിട്ട് നീതി ന്യായ വ്യവസ്ഥ ഉണ്ടെന്നിരിക്കെ നിയമം കയ്യിലെടുക്കുന്നതിനെ നമ്മൾ എങ്ങനെയാണ് ന്യായീകരിക്കാൻ സാധിക്കുന്നത്? മറുനാടൻ മലയാളിക്ക് അടിയേറ്റതിന്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു അടി കിട്ടിയതിന് ഒരുപാട് സന്തോഷിച്ച ആൾക്കാരെ കണ്ടു. ഒരുപാട് പേര് ഇനിയും ഇത് ആവർത്തിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടിയതുകൊണ്ട് നീ പാഠം പഠിച്ചോടാം എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് വെല്ലുവിളികളും കാര്യങ്ങളൊക്കെ കണ്ടു. എന്തുകൊണ്ടാണ് അദ്ദേഹത്തോട് ഇത്ര വൈരാഗ്യം തോന്നേണ്ടത്? മനസ്സിലാവുന്നില്ല. വാർത്തകളിൽ പല രീതിയിലുള്ള ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും അദ്ദേഹം സത്യം പറയുന്നില്ല എന്ന് നിങ്ങൾക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ സാധിക്കുമോ? മുഖ്യധാരാ മാധ്യമങ്ങളെ അപേക്ഷിച്ച് ഷാജൻ സ്കറിയ കുറച്ചുകൂടി ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട വാർത്തകൾ എത്തിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? ഇപ്പൊ ഇദ്ദേഹത്തെ മർദ്ദിച്ച ഈ പ്രതിയുടെ കാര്യം തന്നെ നോക്കുക. മാത്യു കൊല്ലപ്പള്ളി എന്ന വ്യക്തി ആരാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? ഈ പറയുന്ന ഷാജൻ സ്കറിയെ മർദ്ദിച്ച് നന്നായി, അടി കിട്ടിയ നന്നായി എന്നൊക്കെ പറയുന്നത് നിങ്ങൾ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കൂ. അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾക്ക് തന്നെ അറിയാൻ സാധിക്കും. അദ്ദേഹം ആദ്യം ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെയായിരുന്നു, അതിനുശേഷം അദ്ദേഹം ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെയാണ്, ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ മേൽവിലാസത്തിലാണ്, അല്ലെങ്കിൽ അവരുടെ ധൈര്യത്തിലാണ് ഈ പറയുന്ന മാത്യു കൊല്ലപ്പള്ളി ഇവിടെ വിലസി നടക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. എത്ര ക്രിമിനൽ കേസുകൾ അയാൾക്കെതിരെ ഉണ്ടെന്ന് അറിയാമോ? എന്തുകൊണ്ടാണ് മറുനാടനോട് അയാൾക്ക് വൈരാഗ്യം തോന്നുന്നത്? മുഖ്യധാരാ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അയാളുടെ ഭാര്യയുടെ ആത്മഹത്യയിൽ അയാളെ പ്രതിയാക്കിക്കൊണ്ട് വ്യാജമായി ഒരു വാർത്ത മറുനാടൻ നൽകിയെന്നാണ്. എന്നാൽ ആ വാർത്ത വ്യാജമാണെന്ന് എങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത്? ഇന്ത്യയിൽ നിയമപ്രകാരം വിവാഹം കഴിഞ്ഞ് 6 വർഷത്തിനുള്ളിൽ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഭാര്യയുടെ ആത്മഹത്യ ഉണ്ടായാൽ ഭർത്താവാണ് പ്രതി. പിന്നീട് അങ്ങോട്ട് കേസ് നടന്നതിന് ശേഷമാണ് അതിലെ കാര്യങ്ങൾ ചുരുളഴിച്ച് പുറത്തേക്ക് കൊണ്ടുവരേണ്ടത്. അങ്ങനെ ഇരിക്കെ മാത്യു കൊല്ലപ്പള്ളിക്ക് മാത്രം വിവാഹം കഴിച്ച് 2-ാം മാസം ഭാര്യ തൂങ്ങി മരിച്ചിട്ടും കേസില്ല, പരാതികളില്ല, വിചാരണകളില്ല, ഒന്നുമില്ല, ചോദ്യം പോലും ഇല്ല. എന്തുകൊണ്ട്? ഇത് ഷാജൻ സ്കറിയ ചോദിച്ചതാണോ തെറ്റ്? CPM എന്ന പാർട്ടിയുടെ ആളാണ് മാത്യു കൊല്ലപ്പള്ളി. അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത് എത്ര വ്യക്തികളാണെന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്യുമ്പോൾ അദ്ദേഹം ആരുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ഒരു മുൻ മന്ത്രിയുടെ സംരക്ഷണയിലായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നുണ്ട്. ആ മന്ത്രി ആരാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ കഴിയും. അപ്പൊ ഈ ഒരു ധൈര്യത്തിന്റെ പേരിലാണോ ഒരു പെൺകുട്ടിയുടെ മരണം ചർച്ചയാകാതെ പോയത്? വിവാഹം കഴിഞ്ഞ് 2 മാസത്തിനുള്ളിൽ വിവാഹം കഴിഞ്ഞ പെൺകുട്ടി കൊല്ലപ്പെടണം, അല്ലെന്നുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവില്ലേ? ഒരാൾ വെറുതെ ആത്മഹത്യ ചെയ്യൂ, അല്ലെങ്കിൽ അത് ആത്മഹത്യ തന്നെയാണെന്നുള്ളതിന് എന്താണ് ഉറപ്പ്? ഇത് അന്വേഷിക്കപ്പെടേണ്ടതല്ലേ? ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ? മുഖ്യധാരാ മാധ്യമങ്ങൾ പാർട്ടിയുടെയും അല്ലെങ്കിൽ വേറെന്തിന്റെയോ ഒക്കെ ഭീഷണിയുടെ പുറത്ത് ഇതിനെപ്പറ്റി മിണ്ടാതിരിക്കുമ്പോൾ സംസാരിച്ചതാണോ ഷാജൻ സ്കറിയ ചെയ്ത തെറ്റ്? നിങ്ങൾക്ക് അദ്ദേഹത്തോട് പല കാര്യത്തിലും വിയോജിപ്പുണ്ടാകാം എന്ന് കരുതി നടു റോഡിൽ ഒരു മാധ്യമ പ്രവർത്തകനെ കൈകാര്യം ചെയ്യുന്നതിനെ എങ്ങനെയാണ് നിങ്ങൾക്ക് ന്യായീകരിക്കാൻ കഴിയുക? ഈ നാട്ടിലെ മാധ്യമങ്ങൾ ബയസ്ഡ് ആയി പോയാലുള്ള കുഴപ്പങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഈ രാഷ്ട്രീയക്കാരോടൊപ്പം നിന്ന് ഈ നാട്ടിലെ മാധ്യമങ്ങൾ പ്രതികരിച്ചാൽ
നഷ്ടം നിങ്ങൾക്കാണ് ജനങ്ങളെ. നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ടോ സത്യത്തിൽ? കാരണം രാഷ്ട്രീയക്കാർക്കൊപ്പം നിന്നാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ, എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ജനങ്ങൾക്ക് പ്രയോജനമുള്ള ഒരു കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തില്ല. ഒരു അഴിമതി വാർത്തകളും നിങ്ങളിലേക്ക് എത്തില്ല. നിങ്ങളെ ദ്രോഹിക്കുന്ന പല കഥകളും നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങൾ ഉണ്ടെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പ്രയോജനം ഉണ്ടെന്നോ ഒന്നും തന്നെ നിങ്ങളിലേക്ക് എത്തില്ല. മറിച്ച് ഇവിടെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ തീരുമാനിക്കുന്ന വാർത്തകളായിരിക്കും നിങ്ങളിലേക്ക് എത്തുന്നത്. അത് സത്യമാണോ അല്ലെങ്കിൽ നുണയാണോ എന്ന് അറിയാൻ മറ്റൊരു മാർഗവും നിങ്ങൾക്കില്ലാതെ പോകും. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിലെ സ്ഥിതി അതല്ല. എന്തുകൊണ്ടാണ്? ഈ പറയുന്ന മുഖ്യധാര മാധ്യമങ്ങൾ ഒരിക്കലും ഒരു ജേർണലിസ്റ്റ് ആയിട്ട് ഷാജൻ സ്കറിയ ഒന്നും അംഗീകരിച്ചിട്ടില്ല. യൂട്യൂബർ എന്നാണ് പറയാ. അതെ, യൂട്യൂബർ ആയിട്ടുള്ള അദ്ദേഹത്തെ പോലെയുള്ള ഒരുപാട് മാധ്യമ പ്രവർത്തകർ ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഒരു വിഷയം മുഖ്യധാര മാധ്യമങ്ങളിൽ വരുമ്പോൾ അതിന്റെ രണ്ട് വശവും നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയാം. അങ്ങനെ ഒരു എഫേർട്ട് എടുക്കുന്നത്, നിങ്ങൾ പറയുന്നുണ്ടല്ലോ വീഡിയോ ഇടുന്നത് കാശിന് വേണ്ടിയിട്ടല്ലേ? അതെ, ജീവിക്കാൻ വേണ്ടി തന്നെയാണ്. അല്ലാണ്ട് നാട് നന്നാക്കിക്കൊണ്ട് ഒരു ഭാഗത്ത് പട്ടിണി കിടന്നിട്ട് ഒരു മനുഷ്യന് മരിക്കാൻ പറ്റില്ലല്ലോ. ചാരിറ്റി ചെയ്യുന്നവർക്കും അതിനകത്തുനിന്ന് ഫീസ് എടുക്കണം. ബിക്കോസ് 3 നേരമെങ്കിലും മിനിമം ഭക്ഷണം കഴിച്ചാൽ ഒരു മനുഷ്യന് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയും. അതിനുള്ള വക നോക്കാതെ ഒരു നന്നാക്കലിനും ഒരു മനുഷ്യന് പോകാൻ കഴിയില്ല. ഒരു റോബോട്ട് ആണെങ്കിൽ പോലും അതിന് കറണ്ട് വേണം. അപ്പൊ ഈ പറയുന്ന ഒരു ഊർജ്ജം നമുക്ക് നൽകുന്ന ഭക്ഷണമാണെങ്കിൽ അതിനുള്ള വക കണ്ടെത്തിയിട്ടാണ് എല്ലാവരും ഇതിന് പോകുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പോലും, കാശിന് വേണ്ടിയാണെങ്കിൽ പോലും മറ്റൊരു ഭാഗം നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്, ഇതൊക്കെയും നിങ്ങളെ അറിയിക്കുന്നത് ഈ പറയുന്ന യൂട്യൂബേഴ്സിനെ പോലുള്ള ആളുകൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ്. അവരെ ഭീഷണിപ്പെടുത്തി വായടയ്ക്കുന്നവരോടൊപ്പം നിങ്ങൾ നിന്നാൽ നഷ്ടം നിങ്ങൾക്കാണ്. നിങ്ങൾ അറിയേണ്ടതൊന്നും നിങ്ങൾ അറിയില്ല. നിങ്ങളെ വളരെ എളുപ്പം വഞ്ചിക്കാം. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കൂ, ഷാജൻ സ്കറിയ പറയുന്നതിലാണോ സത്യം അല്ലെങ്കിൽ മെറീന പറയുന്നതിലാണോ സത്യം, ഇതൊക്കെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും എന്ന് നിങ്ങൾ പറയുമ്പോൾ പോലും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. മുഖ്യധാര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനെക്കാട്ടിയും കുറച്ചുകൂടി ആധികാരികത യൂട്യൂബേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നതിൽ ഉണ്ടെന്ന് നിങ്ങൾക്കൊക്കെ ഈ ഒരു കാലങ്ങൾക്കുള്ളിൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ്? അവരെക്കാൾ ഉപരി അവർ പല വാർത്തകൾ, അതായത് ഒരു 100 വാർത്ത ഒരു ദിവസം റിപ്പോർട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മളൊരു വാർത്തയുടെ പുറകിലിരുന്ന് അതിൽ ആരൊക്കെ ഉണ്ടോ അവരെയൊക്കെ പേഴ്സണലി കോണ്ടാക്ട് ചെയ്ത് അതിലെ കാര്യങ്ങളൊക്കെ വ്യക്തിപരമായി അറിഞ്ഞ് മനസ്സിലാക്കി നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നമ്മൾ ജനങ്ങളിലേക്ക് പറയുന്നത്. പേഴ്സണലി നിങ്ങളിപ്പോ എന്റെ ഒരു പ്രേക്ഷകനാണ്, നിങ്ങൾക്ക് ഒരു ജോലി ഉണ്ടാവും, നിങ്ങൾക്ക് ഇവിടെ ഒന്നും കോണ്ടാക്ട് ഉണ്ടാവണമെന്നില്ല. നിങ്ങളിലേക്ക് ഈ വാർത്ത എത്തണമെങ്കിൽ ഇതിന്റെ നടുക്ക് നമ്മൾ എടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ട്. അതാണ് ഈ യൂട്യൂബേഴ്സിന്റെ വാർത്തയ്ക്ക് കുറച്ചുകൂടി ആധികാരികത ഉണ്ടാവാൻ കാരണം. അപ്പൊ അതിനെ ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കും, നിങ്ങൾക്കൊക്കെ വാർത്താ മാധ്യമങ്ങളിൽ വരുന്നതും അതുവഴി അറിയുന്നതും മാത്രമാണ് വാർത്ത. എന്നാൽ മാധ്യമ പ്രവർത്തകർക്ക് അവർ കണ്ട് മനസ്സിലാക്കി അനുഭവിക്കുന്നതാണ് വാർത്ത. രണ്ടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്, നല്ല രീതിയിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ആധികാരികത ഇല്ലാത്ത ഒരു കാര്യവുമായി ഒരു മനുഷ്യൻ പൊതുമധ്യത്തിന് മുന്നിൽ വരില്ല. വരികയാണെങ്കിൽ തന്നെ മറിച്ചൊരു തെളിവുകൾ വരുമ്പോൾ അവരത് ഇങ്ങനെയാണ് പുതിയ അപ്ഡേഷൻ എന്നത് പറയാൻ ഒരു ഹെസിറ്റേഷനും ഇല്ലാതെ ജനങ്ങൾക്ക് മുന്നിൽ വന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ഇപ്പൊ ഷാജൻ സ്കറിയ ആണെങ്കിൽ തന്നെയും ഒരു വിഷയത്തിൽ 4 ഭാഗവും പറയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ നിലപാടുകളെക്കാൾ ഉപരി എന്ത് കാര്യം വന്നാലും അത് ഒഴിവാക്കി നിർത്തിക്കൊണ്ട് അദ്ദേഹം സംസാരിക്കാറില്ല. ഒരു വിഷയത്തെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ്, അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് പക്ഷം എന്ന് പറയുന്ന ചൊല്ലുപോലെ ഒരു കാര്യത്തിൽ 2 വശമുണ്ട്. ഈ 2 വശവും ചർച്ച ചെയ്യാൻ മടിയില്ലാത്തൊരു വ്യക്തിയാണ് അദ്ദേഹം. അങ്ങനത്തെ ഒരു മാധ്യമ പ്രവർത്തകനെ സംരക്ഷിക്കേണ്ട ബാധ്യത ജനങ്ങളെ നിങ്ങൾക്കുണ്ടെന്നാണ് പറയുന്നത്. റിപ്പോർട്ടർ ടിവിയിലായാലും മറുനാടൻ മലയാളിയിലാണെങ്കിലും രണ്ടിടത്തും ആക്രമണം അല്ലെങ്കിൽ കൈകൊണ്ട് ആക്രമിക്കുന്നത് നിയമപരമല്ല, ജനാധിപത്യപരമല്ല. രണ്ടിടത്തും തെറ്റ് തന്നെയാണ്. ഈ ചെയ്തത് വലിയ മേന്മയാണെങ്കിൽ, വലിയ ഹീറോയിസം ആണെങ്കിൽ എന്തിനാണ് ബാംഗ്ലൂരിലേക്ക് ഈ പ്രതികൾ ഒളിച്ചോടി പോയതെന്ന് മനസ്സിലാവുന്നില്ല. ഒളിച്ചോടി പോയിരുന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നതാണോ ഹീറോയിസം? ഇത്രയും പ്രായമുള്ള ഒരു മനുഷ്യനെ ഒറ്റയ്ക്ക് കിട്ടിയിട്ട് എന്താ പറയാ പിടിച്ചു നിർത്തി 2-3 പേർ ചേർന്ന് ഇടിക്കുന്നതാണോ ഹീറോയിസം? ഇതാണോ ഹീറോയിസം? അയാൾ നിങ്ങൾക്കെതിരെ ഒരു വ്യാജ വാർത്ത കൊടുത്തെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് അത് കോടതിയിൽ പോയി തെളിയിച്ചുകൂടാ? നിങ്ങൾ എന്തുകൊണ്ട് നിയമപരമായി പോകുന്നില്ല? നിയമത്തിന്റെ മുന്നിൽ നിങ്ങൾ 4 കേസിൽ പ്രതിയാണ്, ഇപ്പോൾ 5ാമത്തെ കേസ്. അപ്പോൾ നിങ്ങൾ ഇപ്പോഴും പ്രതിയെന്ന് സംശയിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. നിയമപരമായി പോലും നിങ്ങൾ ക്ലീൻ ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല. നിങ്ങൾക്ക് എന്ത് യോഗ്യതയുണ്ട് ഒരു മാധ്യമ പ്രവർത്തകനെ കയ്യേറ്റം ചെയ്യാൻ, ചോദ്യം ചെയ്യാൻ ഇവിടുത്തെ ജനങ്ങൾക്ക് തോന്നില്ലേ? തോന്നിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളും ബയസ്ഡ് ആണ് എന്നതാണ് അർത്ഥം. ഒരു കാരണവശാലും ഇവിടെ അവരുടെ ജോലി എടുക്കുന്ന ഒരു വ്യക്തിനെ നമുക്ക് കയ്യേറ്റം ചെയ്യാനായിട്ടുള്ള അധികാരമില്ല. ഇപ്പൊ വക്കീലിന്റെ കാര്യം തന്നെ നിങ്ങൾ നോക്കൂ. ഒരു പ്രമാദമായ കേസ് ഉണ്ടെങ്കിൽ ഇരയുടെ ഭാഗത്തൊരു വക്കീലുണ്ടെങ്കിൽ പ്രതിയുടെ ഭാഗത്തൊരു വക്കീൽ ഉണ്ടാകും. അയാൾ തെറ്റോ ശരിയോ അയാൾ ചെയ്യുന്നത് അയാളുടെ ജോലിയാണ്. പ്രതിയുടെ ഭാഗത്തു നിന്ന് വാദിക്കാനായിട്ടുള്ള എല്ലാ അവകാശങ്ങളും ഇന്ത്യൻ ഭരണഘടന ഒരു വക്കീലിന് നൽകുന്നുണ്ടെന്നിരിക്കെ അയാളെ തെറി പറയാനോ അയാളെ ഇരുട്ടുവാക്കിന് കിട്ടുമ്പോൾ അടിച്ചു തീർക്കാനോ ഒന്നും നിങ്ങൾക്ക് അവകാശമില്ല. ഇപ്പൊ ഒരു പൗരനായിരിക്കുമ്പോൾ ഏറ്റവും വ്യക്തമായി അറിയേണ്ടത് എന്റെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ഞാനൊരു അനീതി നേരിടുമ്പോൾ ഏത് അറ്റം വരെ പോയി എനിക്ക് പ്രതികരിക്കാം, എങ്ങനെയാണ് ഞാൻ പ്രോപ്പർ ചാനലിലൂടെ പ്രതികരിക്കേണ്ടത്, അപ്പോൾ മാത്രമേ ഞാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു സിറ്റിസൺ ആവുകയുള്ളൂ.
അപ്പൊ മറുനാടൻ മലയാളിക്ക് അടി കൊണ്ടതിൽ സന്തോഷിക്കുന്ന വ്യക്തികളെ നാളെ നിങ്ങൾക്കും കൊള്ളാൻ അധികം നേരമൊന്നും വേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ അടുത്ത ഒരു ഇലക്ഷൻ വരുമ്പോഴും ഇതുപോലുള്ള ഗുണ്ടകളെ പരിപോഷിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്കെതിരെ നിൽക്കുന്നവരെ, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും കയ്യൂക്ക് കൊണ്ട് മാത്രം കൈകാര്യം ചെയ്യാനായി തുനിഞ്ഞിറങ്ങുന്ന ആളുകളെ സംരക്ഷിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് വോട്ട് ചെയ്താൽ എവിടെയാണ് നാളത്തെ കേരളം എത്തുക എന്നതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. നമുക്കോ നമ്മുടെ കുട്ടികൾക്കോ സുരക്ഷിതമായി പുറത്തിറങ്ങി ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ കേരളം എത്തണോ? ഇപ്പോഴേ ഏകദേശം അതുപോലുള്ള ഒരു സാഹചര്യം തന്നെയാണ്. ഈ പറയുന്ന മയക്കുമരുന്നാവട്ടെ, അല്ലെങ്കിൽ മദ്യമാവട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾ ഇവിടെ ഓടി നടക്കുന്നവർ, ഇതിന്റെയൊക്കെ പുറകിൽ ഒരു മാഫിയുണ്ട്. ഇതിന്റെയൊക്കെ പുറകിൽ ഗുണ്ടായിസം പ്രോത്സാഹിപ്പിക്കുന്ന കുറെ ഗുണ്ടകളുണ്ട്. ഇവരെയൊക്കെ ആർക്കാണ് സംരക്ഷിച്ച് നിർത്തേണ്ട ബാധ്യത? ആരാണ് നിയമത്തിന്റെ പിടിയിൽ നിന്ന് പോലും ഇവരെയെല്ലാം സംരക്ഷിക്കുന്നത്? അവരുടെ കയ്യിൽ ഇനിയും അധികാരം നൽകിയാൽ എന്താണ് ഉണ്ടാവുക എന്നതാണ് തിരിച്ചറിയേണ്ടത്. ഇപ്പോഴെന്തായാലും ഈ കേസിൽ ന്യായമായി തന്നെ ഇടപെട്ടു. ന്യായമായി ഇടപെടാതെ പറ്റില്ല, അത് വേറെ കാര്യം. ന്യായമായി തന്നെ ഇടപെട്ടു, പ്രതികളെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഒരു കാരണവശാലും ഇങ്ങനത്തെ കാര്യങ്ങൾ വെച്ച് പൊറിപ്പിക്കാൻ പാടുള്ളതല്ല. ആശയത്തെ ആശയപരമായി തോൽപ്പിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ അത് ചെയ്യുക. ആശയം കൊണ്ട് നേരിടുന്ന ഒരു വ്യക്തിയെ കയ്യൂക്ക് കൊണ്ട് തോൽപ്പിക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾ ചെറുതാവുകയുള്ളൂ. നിങ്ങളൊരു നല്ല പൗരനല്ല, നിങ്ങളൊരു നല്ല വ്യക്തിയല്ല. അതാണ് അതിന്റെ അർത്ഥം. അപ്പോ ആശയപരമായി നിങ്ങൾക്ക് തോൽപ്പിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ പറയും, നിങ്ങൾ ലീഗലി ചെയ്യൂ. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ വീഡിയോ എടുത്തിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ പറയൂ. എല്ലാവർക്കും ഈ കാര്യം ചെയ്യാവുന്നതാണ്. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക, അല്ലെങ്കിൽ യൂട്യൂബിലൂടെ കാര്യങ്ങൾ പറയാന്നുള്ളത് ഒരാളുടെ കുത്തകയല്ല. ഇന്നത്തെ കാലത്ത് സ്മാർട്ട് ഫോൺ ഉള്ള, യൂട്യൂബിൽ ഒരു അക്കൗണ്ട് ഉള്ള എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു സംഗതിയാണ്. അപ്പൊ ഇത് ചെയ്യുന്നവരെ കൂടെ നിൽക്കണം, പ്രോത്സാഹിപ്പിക്കണം എന്ന് പറയുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ചെയ്യാവുന്നതാണ് എന്ന് ഞാൻ പറയുമ്പോൾ തന്നെയും എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന സംഗതിയാണ്. പല പല കാരണങ്ങൾ കൊണ്ട് ആളുകൾ ഭയക്കേണ്ട ആവശ്യമാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പൊ ആ ഭയമില്ലാതെ ആകണമെന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. നമുക്കോ പറയാൻ പറ്റുന്നില്ല, അവരെങ്കിലും പറയട്ടെ എന്ന രീതിയിലെങ്കിലും പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. ഇനി ഈ ഒരു വിഷയത്തിൽ ബഹുമാനപ്പെട്ട ഷാജൻ സ്കറിയോടാണ് പറയാനുള്ളത്. ഇത് താങ്കൾ കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും അദ്ദേഹത്തിന് പരിചയമുള്ള നമ്പറൊക്കെ ഉള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അയച്ചു കൊടുക്കും. പേഴ്സണലി എന്റെ കയ്യിലില്ല. എനിക്ക് പറയാനുള്ളത്, താങ്കൾ ഒരിക്കലും ഇത്ര കെയർലെസ് ആയിട്ട് ഈ നാട്ടിൽ ഇറങ്ങി നടക്കരുതെന്നാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇച്ചിരി കലുഷിതമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെന്ന് നമ്മളൊന്നും പറയാതെ തന്നെ അറിയാം, താങ്കൾക്ക് അറിയാം. കുറച്ചും കൂടി സേഫ് ആയിട്ട് ഇരുന്ന് ശരിക്കും പറഞ്ഞാൽ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് വളരെയധികം നല്ലത്. കാരണം നമ്മൾ ജീവിച്ചിരുന്നാലാണ് നമുക്ക് കുറച്ചും കൂടി ഈ കാര്യങ്ങളെ പറ്റി പറയാൻ സാധിക്കുക. അപ്പൊ പുറത്ത് നമുക്ക് ഈ പറയുന്ന മര്യാദയില്ലാത്ത മനുഷ്യരെ മര്യാദ പഠിപ്പിക്കുക, അല്ലെങ്കിൽ പൗരബോധം ഉണ്ടാക്കിയിടുക, ഇതൊന്നും ഇനി ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. കാരണം ഇവരൊക്കെ ഇതിലങ്ങ് എന്താ പറയാ, ഫുൾ ഇൻഫ്യൂസ്ഡ് ആയിപ്പോയി. അപ്പൊ ഈ വ്യക്തികളിൽ നിന്ന് നമ്മളെ പ്രിവെന്റ് ചെയ്യാനായിട്ട് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാന്നുള്ളതാണ്. സെൽഫ് പ്രൊട്ടക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു പിസ്റ്റലോ അല്ലെന്നുണ്ടെങ്കിൽ 2-3 വ്യക്തികളെ കൂടെ നിൽക്കുന്ന രീതിയിലോ ഒക്കെ ലീഗലി തന്നെ ചെയ്യാവുന്നതാണ്. ഇതുപോലത്തെ പ്രശ്നങ്ങൾ ത്രട്ടൊക്കെ നേരിടുന്ന ഒരു വ്യക്തി ആയിരിക്കും. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതം തോന്നി. താങ്കൾ ഒറ്റയ്ക്ക് ഇതുപോലൊരു കല്യാണത്തിലൊക്കെ പോയി പങ്കെടുത്തു. ഇത്രയധികം താങ്കൾക്കെതിരെ ഭീഷണി കാര്യങ്ങൾ, കൊലവിളികൾ, അത്രയും കമന്റുകളൊക്കെ വരുമ്പോൾ ആളുകൾക്ക് താങ്കൾ എത്രത്തോളം എന്താ പറയുക ഒരു ഭീഷണി ആയിരിക്കുന്നു, ഒരു പേടിയായിരിക്കുന്നു എന്നുള്ളത് നല്ലപോലെ മനസ്സിലാവുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ അത്രയും ധൈര്യം ഇനി ഒരിക്കലും കാണിക്കരുത് എന്നാണ് പറയാനുള്ളത്. കാരണം അടിയും കാര്യങ്ങളും ഒക്കെ കിട്ടി, നമുക്ക് വേണ്ട ഡാമേജ് ഒക്കെ കിട്ടിയിട്ട് പോലീസ് നോക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പോലീസ് നോക്കി നിൽക്കുകയുള്ളൂ. ഇവിടുത്തെ പിണറായി വിജയന്റെ പോലീസിന് അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇവിടെ നവകേരള സദസ്സിൽ അവരുടെ CPM-ന്റെ ഗുണ്ടകൾ കരിങ്കൊടി കാണിക്കാൻ വന്ന ആൾക്കാരെ അടിച്ച് എന്തെല്ലാം അടികളാണ് ഉണ്ടത്. ഹെൽമെറ്റ് പിന്നെ അതുപോലെ ചെടിച്ചട്ടിക്കൊക്കെ അടിച്ചിട്ട് പോലീസ് എന്താ ചെയ്തത്? ഒന്നും ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സേഫ്റ്റി നമ്മൾ നോക്കുക. എന്നോട് ഒരുപാട് പേര് പറയാറുണ്ട് സേഫ് ആയിട്ട് ഇരുന്നിട്ട് വേണം മോള് വീഡിയോ ചെയ്യാൻ. തീർച്ചയായിട്ടും സേഫ് ആയിട്ട് ഇരുന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടി തന്നെയാണ് നോക്കുന്നത്. സോഷ്യലി അത്ര ഇൻവോൾവ് ആകാൻ പറ്റുന്നില്ല, സോഷ്യലി ഇൻവോൾവ് ആകാൻ ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയല്ല. പക്ഷെ പറ്റുന്നില്ല എന്ന് പറയുന്നത് ഈ സർക്കംസ്റ്റൻസ് കൊണ്ടാണ്. പക്ഷെ കുറച്ചു കാലം കൂടി പറയണം, തുടർന്ന് പോകണം, പറയണം എന്നതുകൊണ്ട് തന്നെ സേഫ് ആയിട്ട് ഇരുന്നിട്ടാണ് പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. എല്ലാവരും ഇതുപോലെ പ്രതികരിക്കാൻ ഇറങ്ങുന്ന എല്ലാ വ്യക്തികളോടോ പറയുന്നത്. നാട്ടിലൊരു പേപ്പട്ടി ഇറങ്ങി നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ കൈകാര്യം ചെയ്യുന്നത് അതിന്റെ അടുത്ത് പോയിട്ട് അതിനെ പ്രകോപിപ്പിച്ചിട്ടല്ല, നമ്മൾ സേഫ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. പുറത്തൊരു വൈറസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ആ വൈറസാണ് ഇപ്പൊ ഈ പറഞ്ഞ ഇതേപോലത്തെ മനുഷ്യരെ ഉപദ്രവിക്കാൻ നടക്കുന്ന കുറെ ആൾക്കാർ. അപ്പൊ അവരുടെ അടുത്തുനിന്ന് സേഫ് ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്നതും നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. താങ്കൾ ഇത് ഇനിയെങ്കിലും പരിഗണിക്കും എന്ന പ്രതീക്ഷയോടെയാണ് ഇത് പറയുന്നത്. പിന്നെ ഞാൻ ഈ 2 ദിവസം വീഡിയോ ചെയ്യാത്തത് കൊണ്ട് തന്നെ നാടൻ ഷാജന് അടി കിട്ടി, അതുകൊണ്ട് ഞാൻ പേടിച്ചിരിക്കുകയാണോ എന്നൊക്കെ ചോദിച്ച ആൾക്കാരുണ്ട്. ഒരു കമന്റ് ഞാൻ കണ്ടിരുന്നു. എനിക്ക് പേടിയുണ്ടെന്ന് സത്യത്തിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ നിങ്ങളോട് പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ തോന്നുന്നുണ്ടോ? ഞാൻ സീരിയസ്ലി ചോദിക്കാം, എനിക്ക് പേടിയുണ്ടെന്നാണ് എനിക്ക് എന്നെ കണ്ടിട്ട് മനസ്സിലായത്. അപ്പൊ ഇതിന്റെ മറുപടി കമന്റ് ആയിട്ട് തന്നെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. അങ്ങനെ പേടിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വന്നിരിക്കില്ല, ഇങ്ങനെയുള്ള വാക്കുകളും പറയില്ല. ഓക്കെ, അപ്പൊ തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.